And at the outset, let me express my sincere gratitude to the organizers for giving me this tremendous opportunity to be with you all for the Global Conference 2024. സ്ത്രീകൾക്കായി ഒരുക്കുന്ന ഒരു ആഗോള സമ്മേളനം, അതും വിശ്വാസത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പതാകയുടെ കീഴിൽ ഓർത്തഡോക്സ് സഭയുടെ പുരോഗമന ചിന്താഗതിയുടെയും സ്ത്രീ സശക്തീകരണത്തിനു വേണ്ടി നമ്മൾ എടുക്കുന്ന നിലപാടിൻ്റെയും മാതൃകാപരമായ ഒരു സംരംഭമാണ്. ഇത് മോഡേൺ പാർലൻസിൽ പറയുകയാണെങ്കിൽ ഇതൊരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് കൂടിയാണ്. നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും വ്യത്യസ്തമായുള്ള, നമ്മുടെ ജീവിതശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള, എങ്കിലും ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഐഡിയോളജിയിൽ യൂണിഫൈഡ് ആയിട്ടുള്ള, ഇന്ന് അത് ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ മലങ്കര സഭയുടെ വിശ്വാസത്തിൻ്റെ ധ്വജത്തിൻ്റെ അടിയിലാണ്. എല്ലാവരും വന്നു ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുവാനും ചിന്താഗതികൾ എക്സ്ചേഞ്ച് ചെയ്യാനും കിട്ടുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ടാണ് നമ്മുടെ സോൺ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഇവൻ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഡെലിഗേറ്റ്സും ഇതിനെ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരിലും ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട്, ധൈര്യം, ആത്മവിശ്വാസം, സ്വന്തമായി ഒരു നിലപാടെടുക്കാൻ കഴിവും ചങ്കൂറ്റവും. മലങ്കര സഭയുടെ അമ്മമാരും പുത്രിമാരും, ഓർത്തഡോക്സ് സഭയുടെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ചങ്കൂറ്റമുള്ള പുലിക്കുട്ടികളായിട്ട് തന്നെയാണ് എല്ലാവരും അറിയുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാക്ഷീണവും ഉറക്കപ്പിച്ചും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ടും നിങ്ങൾ വന്നിരിക്കുന്ന പള്ളികളിൽ നിന്നും ഉറക്കെ ഒന്ന് കൈയടിച്ച് അവനവനെ തന്നെയും അന്യോന്യവും കൺഗ്രാറ്റുലേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. കുറച്ചും കൂടെ ഉറക്കെയാകാം. കൈയടിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നത് അങ്ങ് മാറിക്കിട്ടും. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് കൈയടിക്കുക എന്നുള്ളത്. ഇൻഫാക്റ്റ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്കും കാർഡിയാക്ക് എപ്പിസോഡുകൾ വരികയാണെങ്കിൽ തന്നെയും, ഒരു ഗ്യാതറിങ്ങിൽ കാർഡിയാക്ക് എപ്പിസോഡ് ആർക്കെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും കൈയടിച്ച് ഹാർട്ടിലേക്കുള്ള പമ്പിങ് കൂട്ടുക. ഇവിടെ ഈ രണ്ട് എൽബോയിലും അടിച്ച് ആംപിറ്റ്സിൽ അടിച്ച് ബ്ലഡ് കൂട്ടുക എന്നുള്ളതാണ്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഈ ഉറക്കപ്പിച്ചും യാത്രാക്ഷീണവും എല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അതിന് നിങ്ങൾ ചെയ്യേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നിങ്ങൾ വന്ന ഗ്രൂപ്പിൽ നിന്ന് മാറി ഇച്ചിരി ഇരിക്കണം എന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ റായ്പൂർ പള്ളിക്കാരുടെ കൂടെയും ബാംഗ്ലൂരുള്ളവരുടെ കൂടെയും കോട്ടയംകാരുടെ കൂടെയും മാത്രമല്ല, തിരിച്ചും മറിച്ചും അഹമ്മദാബാദും ബറോഡയിലും ഡൽഹിയിലും എവിടെയൊക്കെ നമ്മുടെ പള്ളികളുണ്ടോ അവിടുത്തെ ഒക്കെ സ്ത്രീകളുമായി നിങ്ങൾ ഈ 3 ദിവസം 4 ദിവസം മാറിയിരുന്ന് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെയും അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്നും കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരും ഇന്ത്യയിൽ നിന്ന് പുറത്ത് താമസിക്കുന്നതും അതിൻ്റെതായ ചാലഞ്ചസ് എന്താണ്, അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അവിടെ എങ്ങനെയാണ് അവരുടെ പിള്ളേർക്ക് എന്താണ് കൊടുക്കുന്നത്, അവരുടെ വർക്കിംഗ് ലൈഫ് സ്റ്റൈലുകൾ എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ കാലാവസ്ഥ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനും നിങ്ങൾ പരസ്പരം അറിയാനും എല്ലാവരുടെയും വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ലിസ്റ്റും ഒക്കെ വർദ്ധിച്ച് വേണം നിങ്ങൾ ഇവിടുന്ന് 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി തിരിച്ചു പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഊന്നുകയാണ്, ക്രിസ്തീയ വിശ്വാസത്തിൽ കിട്ടുന്ന ഒരു വമ്പിച്ച ഒരു അവസരമാണിത്, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി. പലരും ഇതിന് ഇൻറ്റൻഷൻ വെച്ച് കാണും, എങ്കിലും എത്ര പേർക്ക് ഇവിടെ വരാൻ സാധിച്ചു? അത് ദൈവം ഓരോ സിറ്റുവേഷനുകളിലും ഓരോ സർക്കംസ്റ്റൻസസിലും എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു കൾമിനേഷനാണ് നമ്മളിൽ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇൻക്ലൂഡിങ് മീ. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾ, നമ്മുടെ കുടുംബങ്ങളുടെ ചുമതലകൾ, ഫൈനാൻസസ്, വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൾമിനേഷനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്ന് ഇരിക്കുന്നത്. അത് കർത്താവിന് സ്തുതി. പ്രൈസ് ബി ടു ദ ലോർഡ് ഫോർ ബ്രിങ്ങിങ് us all over here and for enabling us to exchange our ideas. And this is a wonderful opportunity for self-growth spiritually, ideologically and principally. ദിയോസ്കോറോസ് തിരുമേനി പറഞ്ഞതുപോലെ ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ആൻഡ് റണ്ണിങ് ദ റേസ് പെർസിസ്റ്റൻ്റ്ലി എന്നുള്ള തീമിൽ ഞാൻ 4 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 4 തോട്ടുകളാണ്, ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഞാൻ ഈ കോൺഫറൻസിൽ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്
ഒരു ഫെമിനിസം എന്ന ഒരു ഗ്ലോബൽ ഐഡിയോളജി ക്രിസ്തീയ വിശ്വാസത്തിൽ അത് എത്രമാത്രം റെലവെൻ്റ് ആണ് എന്നുള്ളതാണ്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഐ ഓൾവേസ് style myself as a feminist, and I take pride in the fact that the hero of my life is Jesus Christ, who is himself a feminist. എൻ്റെ ജീവിതത്തിൻ്റെ എന്നെ നയിച്ചിരിക്കുന്ന പല സ്റ്റേജുകളിലുമുള്ള ചാലഞ്ചസിൽ സ്ത്രീകൾ പിന്നിട്ട് പോകുന്ന സാഹചര്യങ്ങളിലും ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് സംസാരിച്ച് നിൽക്കാനുള്ള ശക്തി കിട്ടുന്നത് when I look to Christ, when I look at his moral indignation, ക്രിസ്തു ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ് ബീയിങ് എ ഗേൾസ് ഗേൾ അല്ലെങ്കിൽ ബീയിങ് എ വുമൻസ് വുമൺ. നിങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും സ്ത്രീകളുടെ സ്ത്രീയാണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബാക്കിൽ വരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? ബാക്കിലുള്ളവരൊന്ന് ഓക്കെ, പെർഫെക്റ്റ്. ഗേൾസ് ഗേൾ എന്താണ് നമ്മൾ ഗേൾസ് ഗേൾ അല്ലെങ്കിൽ വുമൻസ് വുമൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഒരു ഗേൾസ് ഗേൾ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ്. ഫെമിനിസത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ഐഡിയോളജിയും അത് തന്നെയാണ്. സ്ത്രീകളെ ഈക്വലായി കൺസിഡർ ചെയ്യുന്ന ഒരു സോഷ്യൽ ഓർഡറിനെയാണ് ഫെമിനിസ്റ്റുകൾ മുമ്പിൽ കാണുന്നതും അവരുടെ വിഷൻ ആയിട്ടും എടുക്കുന്നത്. ഇന്നലെ ഒക്ടോബർ 11 എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ആണ്. ഏകദേശം 10 വർഷങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഒക്ടോബർ 11 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡായി ആഘോഷിക്കുന്നതാണ്. 2024 തീം എന്ന് പറയുന്നത് ഗേൾസ് വിഷൻ ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നമ്മുടെ വിഷൻ എന്താണ്? പരിശുദ്ധ ബാബ തിരുമേനി 2052 വിഷൻ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമ്മുടെ പെൺകുട്ടികൾക്കായി, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്കായി നമ്മൾ എന്താണ് ഒരു വിഷൻ കാണുന്നത്? മർത്തമറിയം വനിത സമാജം ഒരു വിഷൻ ഫോർ ദ വിമൻ ഓഫ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ. അത് ഈ 3-4 ദിവസത്തിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ക്ലാസ്സസ്, അതിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷൻ should be equally supportive of other women, whether it be our girls, our daughters, our sisters, our mothers, our sisters-in-law. നമ്മുടെ മാത്രമല്ല ബാക്കിയുള്ള അവരുടെയും പെൺകുട്ടികളെയും സഹോദരിമാരെയും മരുമക്കളെയും നാത്തൂന്മാരെയും അമ്മായിമാരെയും അമ്മമാരെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പറയാനായി ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഓഫീസുകളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മൈക്രോ അഗ്രഷൻ അല്ലെങ്കിൽ ഒരു മിനി ക്രൂവൽറ്റി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്രൂരമായ വിച്ച് എമൗണ്ട്സ് ടു ഇമോഷണൽ ക്രൂവൽറ്റി നമ്മൾ ചെറിയ ചെറിയ വാക്കുകളാലും ചെറിയ ചെറിയ കുത്തുവാക്കുകളാലും ചെറിയ ചെറിയ ടോണ്ടുകൾ കൊടുത്താണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഹേർട്ട് ചെയ്യാറുണ്ട്. അതും സ്ത്രീകൾ എന്ന നിലയിൽ നമ്മുടെ വേഴ്സ്റ്റ് ബിഹേവിയർ റിസർവ് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ്. കാരണം അവിടെ മാത്രമേ നമ്മൾ ഫ്രീ ആകുന്നുള്ളൂ, അവിടെ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രീഡം എടുക്കാൻ പറ്റുന്നുള്ളൂ. ടു ബി എ ഗേൾസ് ഗേൾ, ടു ബി എ ഫെമിനിസ്റ്റ്, to be the Christ who was inclusive, who was gender equal. When you look to Christ, who had no differentiation, whether you were a prostitute, whether you were a leper, you were blind, you were a tax collector, the Christ who saw no difference among man, woman, children, whatever be the caste, class, whoever. Christ being the hero of our lives, of being the inclusive person that he was. ഒരു മിനിറ്റ് when you feel like hurting someone or microaggression on someone else, a mini cruelty on someone else, look to Christ. ക്രൈസ്റ്റിൻ്റെ മുമ്പിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ക്രൈസ്റ്റ് അംഗീകരിച്ചു തരുന്ന ഒരു സ്വഭാവമോ ആണോ ഇത് എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാണ്. ഞാൻ ഒരു അച്ഛൻ്റെ കൊച്ചുമോളാണ്. മർത്തമറിയം സമാജമായിട്ടും കൊച്ചിലെ മുതൽ വളരെയധികം അടുത്തിടപഴകി ജീവിച്ചിട്ടുള്ള ആളാണ്. പള്ളിയായിട്ടും കുന്തിരിക്കം പൊടിച്ചും ശോശപ്പായിൽ സീക്വൻസ് ഒട്ടിച്ചും
ദുഃഖ വെള്ളിയാഴ്ച കടുമാങ്ങയ്ക്ക് മാങ്ങ അരിഞ്ഞും എല്ലാമൊക്കെ ഉള്ളൊരു നല്ല ചൈൽഡ്ഹുഡാണ് എനിക്ക് കോട്ടയം പാണമ്പടിപ്പള്ളി ഇടവകയിലായിരുന്നു. ഇടവക അച്ഛൻ കൂടിയായിരുന്നു എൻ്റെ വലിയപ്പച്ചൻ. അങ്ങനെയുള്ളിടത്ത് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവസാനമുള്ളൊരു മീൻ വറുത്തതിൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മച്ചി അത് എനിക്ക് തരികയില്ല, എൻ്റെ ചേട്ടനെ അത് കൊടുക്കുകയുള്ളൂ. അവനാണല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രീഡം എൻ്റെ വലിയമ്മച്ചിക്ക്, എൻ്റെ തലതൊട്ടമ്മ കൂടിയാണ്, എൻ്റെ വലിയമ്മച്ചിക്ക് എന്നോട് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം. പക്ഷേ ആ ഒരു പീസ് പകുതിയായി എൻ്റെ ചേട്ടനും എനിക്കും തരാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ മൈക്രോ ഇമോഷണൽ കാര്യങ്ങൾ നമ്മുടെ പെൺകുട്ടികളോടും നമ്മുടെ സിസ്റ്റേഴ്സിനോടും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോടും നമ്മൾ ഒത്തിരിയധികം കയർത്ത് സംസാരിക്കുന്നത് നമ്മുടെ അമ്മമാരോടാണ്, നമ്മുടെ അപ്പന്മാരോടല്ല. കാരണം ആ ഒരു ഫ്രീഡം നമ്മുടെ അമ്മമാരോടാണ്. അപ്പോൾ പല അമ്മമാരും പറയുന്ന ഒരു കാര്യം, ചെണ്ടയല്ലേ രണ്ടിടത്തു നിന്നും കൊട്ട് കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു മെഴുകുതിരി രണ്ടിടത്തു നിന്നും കത്തി എരിയുന്ന ഒരു മെഴുകുതിരിയോടും ഒക്കെ കൂടിയാണ് നമ്മൾ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപമ പറയുന്നത്. പക്ഷെ നമ്മളൊരു പൊസിഷൻ ഓഫ് പവർ, നമ്മൾ തലമുതിർന്ന ഒരു അമ്മയോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ അല്ലെന്നുണ്ടെങ്കിൽ മൂത്ത സഹോദരിയോ ആയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോടോ മക്കളോടോ പെൺമക്കളോടോ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ സംബോധന ചെയ്യുന്നത്, അവരുടെ ഡ്രീംസ്, അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ ആംബിഷൻസ്, ഇതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ആൻഡ് ടു ബി എ ഗേൾസ് ഗേൾ ബൈ ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ആൻഡ് ബീയിങ് എ ഫെമിനിസ്റ്റ്, ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് തരുന്ന ആദ്യത്തെ ചിന്ത. പ്ലീസ് റീഇവാലുവേറ്റ്. നിങ്ങൾ എങ്ങനെയുള്ള ഒരു അമ്മയാണ്, എങ്ങനെയൊരു സ്ത്രീയാണ്, അമ്മയല്ലാത്തവരല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്ന, എൻ്റെ കീഴിൽ ഒത്തിരി പെൺകുട്ടികൾ ജൂനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അവർ ലേറ്റായിട്ട് വരുമ്പോൾ, കൊച്ചുകുട്ടികളുള്ള അമ്മമാർ അവർ ലേറ്റായിട്ട് വരുമ്പോൾ, ഞാനും ഇതൊക്കെ ഒത്തിരി കണ്ടതാണ്, ഈ സ്റ്റേജിൽ ഞാനും പോയതാണ്, ഞാൻ കഷ്ടപ്പെട്ടതാണ്, അപ്പം നിങ്ങളും കഷ്ടപ്പെടണം എന്നുള്ളതല്ല. ഞാൻ കഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടരുത്. ഐ വിൽ ബി സപ്പോർട്ടീവ് ആസ് എ ബോസ്, ഐ വിൽ ബി സപ്പോർട്ടീവ് ആസ് എൻ ഓൾഡർ വുമൺ അറ്റ് വർക്ക് എന്ന് പറയാനുള്ള ഒരു മനസ്സിൻ്റെ വ്യാപ്തി കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ വുമൺ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തേത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് അലൈൻമെൻറ്റ് വിത്ത് ക്രിസ്ത്യാനിറ്റി ആൻഡ് വിത്ത് ദ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ആൻഡ് ബീയിങ് വൺ ഫാമിലി വിച്ച് ദ കാതോലിക്കോസ് ജസ്റ്റ് ടച്ച്ഡ് അപ്പോൺ. രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് ഇസ് എ ചാമ്പ്യൻ ഓഫ് മിനിമലിസം. ഐ റിപ്പീറ്റ്, നമ്മുടെ കർത്താവ് ജീസസ് ഇസ് എ ചാമ്പ്യൻ ഓഫ് മിനിമലിസം. അല്പം അധികമാക്കുന്ന കർത്താവാണ് നമ്മളുടേത്. 5 അപ്പം 2 മീൻ, സിംഗിൾ ഡിജിറ്റിലുള്ള കാര്യങ്ങൾ മതി ഒരു പുരുഷാരത്തെ മുഴുവനും ഫീഡ് ചെയ്യാനായിട്ടും. എല്ലാ പാരബിളിലും കർത്താവിൻ്റെ എല്ലാ പ്രൊനൗൺസ്മെൻറ്റ്സിലും പറയുന്ന ഒരു കാര്യം സിംപ്ലിസിറ്റി എന്നുള്ളതാണ്, മിനിമലിസം എന്നുള്ളതാണ്. വാക്കുകളായിട്ടും മെറ്റീരിയൽ പൊസഷൻസ് ആയിട്ടും ക്യാൻ വി ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് ബി മിനിമൽ. ഞാൻ പേഴ്സണലി തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. ഇതെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല. ഞാൻ സ്ട്രഗിൾ ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ചിന്തിക്കുകയും ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ഫോർ ഇൻസ്പിറേഷൻ കിട്ടുകയും ചെയ്യുന്ന ചില ചിന്തകൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെൽക്കുന്നുള്ളൂ. ഹൗ മച്ച് ഈസ് ഇനഫ്? നമ്മുടെ മെറ്റീരിയൽ പൊസഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റി ടു ബൈ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അല്ല ഈ 2024 പോകുന്നത്. ഇതൊരു മെൻറ്റാലിറ്റിയാണ് സോഷ്യൽ മീഡിയ ഫൊമെൻറ്റ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വിഷ്വൽ ഓൺസ്ലോട്ട്, ടെലിവിഷൻ, കൊച്ചു സ്ക്രീൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഒരു കോൺസ്റ്റൻറ്റ് വിഷ്വൽ ഓൺസ്ലോട്ടിൽ കൂടെ പലതരത്തിലുള്ള ആഭരണങ്ങൾ, പുതിയ പുതിയ രീതിയിലുള്ള ഫോണുകൾ, ഹാൻഡ് ബാഗുകൾ, സാരികൾ എന്ന് വേണ്ട ഒരു കൺസ്യൂമറിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഇക്കോണമി എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ഫേസ്ബുക്കിൽ നമ്മളൊരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇൻ ദാറ്റ് ഇനീഷ്യൽ ഒരു 60 സെക്കൻഡ്സ് ഓർ 120 സെക്കൻഡ്സ് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം. അറ്റൻഷൻ ഇക്കോണമി നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന എത്ര അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ അന്വേഷിച്ച് ബൊട്ടീക്കുകൾ, കമ്മലുകൾ, മാലകൾ, ആഭരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണോ? ഭംഗിയാണ്, എല്ലാം മാച്ച് ചെയ്യുന്നിടുന്നതും അതും ഇതുമൊക്കെ. പക്ഷെ ആസ് എ ചാമ്പ്യൻ ഓഫ് മിനിമലിസം, വെൻ യു ലുക്ക് ടു ക്രൈസ്റ്റ്, ക്യാൻ വി ഡ്രോ എ ലൈൻ ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ഇനഫ്? ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്
ആസ് ക്രിസ്ത്യൻസ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോക്ക് എന്ന് പറയുന്നത്, ആദ്യം നമ്മളെല്ലാവരും ഒരു പച്ചക്കമ്മലിൻ്റെ കമ്മൽ മേടിക്കും, പച്ചക്കല്ലുള്ള എമറൽഡോ അല്ലെങ്കിൽ ഒരു പച്ചക്കല്ലോ. അത് കഴിഞ്ഞ് ചുമന്ന കല്ല്, റൂബി ആയിക്കോട്ടെ, പിന്നെ ഒരു പേള്, പിന്നെ ഒരു ഡയമണ്ട്, ഇതെല്ലാം കഴിയുമ്പോൾ ആലോചിക്കുന്ന ഒരു മൾട്ടി കളറുള്ള ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു കമ്മൽ മേടിക്കാമെന്ന്. അപ്പോൾ ഇത്രയും കമ്മലൊക്കെ മേടിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താ നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇവിടെ 4 എണ്ണം അങ്ങ് കുത്തിയേക്കാം, സോ ദാറ്റ് യു നോ വി ക്യാൻ all put all the earrings towards. So championing minimalism. ഒരു കാലത്ത് ക്രൈസ്തവ സഭയിലെ മക്കളെല്ലാവരും വെള്ള അല്ലെങ്കിൽ കോറ ഉടുത്തിരുന്ന ഒരു സമയമുണ്ട്. അത് അത്ര പഴയതൊന്നുമല്ല. എൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനും ഉൾപ്പെടെ കശവിൻ്റെ കവണി, വെള്ള ചട്ട, മുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ മോഡേൺ ആണ്, നമ്മൾ ഒരു പരിഷ്കൃതമായ ഒരു urban സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് വെൻ യു ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് വെൻ യു ഹാവ് ടു റൺ ദ റേസ് ഓഫ് ദിസ് ലൈഫ്, ബി മിനിമൽ. ആ മിനിമലിസം പൈസയുടെ ഇതുകൊണ്ടല്ല, അറ്റൻഷൻ ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോറായിട്ടുള്ള, കാതലായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് അത്രയും കുറച്ച് എനർജി, അത്രയും കുറച്ച് ശ്രദ്ധ, അത്രയും കുറച്ച് പേഷ്യൻസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫാമിലികളിൽ ഇറിറ്റേഷൻ കൂടുതൽ, അനോയൻസ് കൂടുതൽ. എല്ലാവരും യൂട്യൂബ് സ്ക്രോൾ ചെയ്യാണ്, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തും നമുക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ അനോയൻസ് ഉളവാക്കുന്നതാണ്. നോട്ട് റിയലൈസിങ് that the time that you spend on these kind of material attention economy objects are actually a consumerist capitalist ploy. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ എന്താണ് നന്നായി ഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രസൻസ് വേണ്ടിയതെന്ന് ഉള്ളത് ക്ലിയർലി ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ പ്രസൻസ് അറിയിക്കേണ്ട ഒരു സംഭവമാണത്. അതുകൊണ്ട് I wanted to put the second thought before you as Christ being minimal. Hebrew chapter 12, and let us run with perseverance the race marked out for us, being and fixing our eyes on Jesus. When you fix your eyes on Jesus, കർത്താവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കണ്ണുകളെ നമുക്കുള്ളൂ. വേറെ ഒന്നും നമുക്ക് നോക്കാനായി, നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതായ ഒന്നിനെ തന്നെയും നോക്കാനായി നമുക്കൊരു സ്കോപ്പില്ല എന്നുള്ളതാണ്. അൺഡിവൈഡഡ് അറ്റൻഷൻ ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, അൺഡിവൈഡഡ് അറ്റൻഷൻ ടു ദ മോഡൽ ദാറ്റ് വാസ് ക്രൈസ്റ്റ്സ് ലൈഫ്. ആ മോഡൽ ചെയ്യുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ, അപ്പം നിങ്ങളും കുറച്ചും കൂടെ കഷ്ടപ്പെടുക എന്നൊക്കെയുള്ള മൈക്രോ അഗ്രസീവ് വേർഡ്സ്, അത് കർത്താവ് ഒരിക്കലും അങ്ങനെ പറയില്ല. കർത്താവ് കഷ്ടാനുഭവം ചെയ്തത് തന്നെ ഞാൻ അനുഭവിച്ച പീഡ ബാക്കിയുള്ളവർ അനുഭവിക്കാണ്ട് എൻ്റെ മക്കൾക്ക് രക്ഷ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രൊഫൗണ്ട് തോട്ടിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലുക്കിംഗ് ടു ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ആർ ഡെയിലി ലൈഫ്സ് നമുക്ക് എങ്ങനെ അത് സ്വായത്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഗഹനമായി തിയോളജിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമായ ഇൻ്ററാക്ഷനുകളിലും സംസാരങ്ങളിലും എങ്ങനെയൊക്കെ ഇത് പ്രതിഫലിക്കാം, എങ്ങനെയൊക്കെ കർത്താവിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ നേടാം എന്നുള്ള ഒരു ചിന്തയാണിത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസത്തിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഇനഫ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ ബോറോഡ് ഫ്രം ബൈബിൾ, വിച്ച് സേസ് ദാറ്റ് മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്കുണ്ട്. ആ ഒരു വചനത്തിൽ ശക്തി നേടുവാനായി നമ്മളുടെ മെറ്റീരിയൽ ആസ്പിറേഷൻസിനെ നമ്മൾക്ക് മിനിമൽ ആക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഴുവനും തന്നെ ഈ ലോകത്തിൻ്റെ മെറ്റീരിയൽ ടെംപ്റ്റേഷനുകളും ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പ്രോമിസ് ഓഫ് എ ബെറ്റർ ടുമോറോ ആൻഡ് ദ പ്രോമിസ് ഓഫ് എ ഹെവൻ വിത്ത് ക്രൈസ്റ്റ്, ആ ഒരു ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾക്ക് ആശ്വാസവചനമായി നിൽക്കേണ്ടത് മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ഫോർ മൈ പവർ ഇസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്.
വി ആർ നോട്ട് എയിമിങ് ടു ബി ഫുൾ. എല്ലാം തികച്ചൊരു ജീവിതമല്ല നമ്മളുടെ എയിം. എന്നിരുന്നാൽ നമ്മളിലുള്ള പരിമിതികൾ, നമ്മളുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് എങ്കിലും കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ഇൻ ദ പവർ ആൻഡ് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മുടെ പരിമിതികൾ കർത്താവിൻ്റെ മുൻപിൽ വെച്ച്, കർത്താവെ എനിക്ക് ശക്തി തരണമേ, നിന്റെ കൃപ എനിക്ക് മതി എന്നുള്ളത്. ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ഫോർ ഹിസ് സ്ട്രെങ്ത്, ഫോർ ഹിസ് ഗ്രേസ് ടു ബി മെയ്ഡ് പെർഫെക്റ്റ് ഇൻ അവർ വീക്ക്നെസ്സസ്. He also says, therefore I will boast all the more gladly about my weakness, so that Christ's power may rest on me. I will boast gladly about my weakness. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ബോസ്റ്റ് ചെയ്യുന്നത്, വലുത് പറയുന്നത്, പൊങ്ങച്ചം പറയുന്നത്? നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് ഒരിക്കലും അല്ല. നമുക്കുള്ളത് എന്താണോ അതാണ് നമ്മൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. മെറ്റീരിയലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പിള്ളേരുടെ മാർക്കാവാം, നമ്മുടെ സാരികളാകാം, നമ്മുടെ മെറ്റീരിയൽ പൊസഷൻസ് ആകാം, നമ്മൾ പോകുന്ന ഹോളിഡേയ്സ്, നമ്മുടെ കാറ്, നമ്മുടെ വലിയ വീട്, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി. ബട്ട് ബൈബിൾ സേസ് ഐ വിൽ ബോസ്റ്റ് ഗ്ലാഡ്ലി അബൌട്ട് മൈ വീക്ക്നെസ്. നമ്മളുടെ പരിമിതികളെക്കുറിച്ച്. നമ്മളുടെ എളിമ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് വെൻ വി അക്സെപ്റ്റ് അവർ ഓൺ ട്രൂത്ത് ആൻഡ് അവർ ഓൺ ഒത്തൻറ്റിസിറ്റി. നമ്മൾ ഡിനയലിലല്ല ജീവിക്കേണ്ടത്. എനിക്ക് ഈ കുറവുണ്ട്, എനിക്ക് ഈ കഷ്ടപ്പാടുണ്ട്, അല്ല എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് പരിപൂർണമായി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല സ്ട്രഗിൾസ്, ഹെൽത്ത് വൈസ്, ഇമോഷണലി, അങ്ങനെയുള്ള സ്ട്രഗിൾസ് നമുക്കുള്ളത്. ആ പരിമിതികളെ നമ്മൾ സ്വന്തമാക്കി, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച്, your grace is sufficient for me and he will make me perfect in my weakness എന്നുള്ള പ്രോമിസ് ഓഫ് ദ സ്ക്രിപ്ചർ, അതിലാണ് നമ്മൾ ജീവിക്കാനായി ആഗ്രഹിക്കേണ്ടത്. ലാസ്റ്റ്, ഞാൻ അധികം നീട്ടില്ല, കമ്മ്യൂണിറ്റി ഓവർ കോമ്പറ്റീഷൻ is the last thought that I want to share with you. ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സഭയാണ്. സഭ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പ്രാർത്ഥിക്കുന്നത് എന്തും, the focus is always on the collective, the community, never ever over competition. ഒരു ഹൈപ്പർ കമ്പറ്റിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ കമ്പറ്റിറ്റീവ് വേൾഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും. ആൻഡ് ദാറ്റ് ഹൈപ്പർ കമ്പറ്റിറ്റീവ്നെസ് ഒരു റേസാണ്. മറ്റുള്ളവരെക്കാൾ മുമ്പിൽ നിൽക്കാനായി, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആർജിക്കാനായി, ഫൊർഗെറ്റിംഗ്, തിരുമേനിമാർ പല പ്രാവശ്യം പറഞ്ഞത്, നമ്മുടെ സഹോദരന് അസുഖമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാണ്ട് നമ്മളായിട്ടെല്ലാം കൂടി ഹോഡ് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അതല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ. ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ഹു ഓൾവേസ് ഷെയർഡ്. ക്രൈസ്റ്റിൽ ഉണ്ടായിരുന്ന മിറാക്യുലസ് പവേഴ്സ്. ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്. 5 അപ്പവും 2 മീനും കൊണ്ടും ക്രൈസ്റ്റ് പുള്ളിയുടെ ഡിസൈപ്പിൾസിനെയോ അല്ലെങ്കിൽ അമ്മയോ സഹോദരന്മാരെയോ മാത്രമല്ല ഫീഡ് ചെയ്യുന്നത്. ഹിസ് മിറാക്യുലസ് പവേഴ്സ് ആൻഡ് ഹിസ് കപ്പാസിറ്റി ആൻഡ് ഹിസ് കേപ്പബിലിറ്റി ഈസ് ഫോർ ഹ്യൂമാനിറ്റി അറ്റ് ലാർജ്. ആ ഷെയർ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, പുട്ടിംഗ് ദ കമ്മ്യൂണിറ്റി ഫസ്റ്റ് ഓവർ കോമ്പറ്റീഷൻ. So when you think about and when you ruminate over the theme of the conference, which is to look to Christ and to run the race, നമ്മൾ ആരും ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവരുത് that this race is only for one winner. No. ഈ റേസിൽ വിന്നേഴ്സ് അല്ലെങ്കിൽ ലൂസേഴ്സ് ഇല്ല. ഈ റേസിൽ ഒരു മെഡലും ഒരു കപ്പും നമുക്ക് അവസാനം കിട്ടാനില്ല. Even though the Bible talks about the crown of virtuousness, the crown of righteousness that will be reserved for us after we run the race. ഈ റേസ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഓടി തീർക്കേണ്ട ഒരു റേസാണ്. അതിൽ I am not ever going to win this alone. You are also not going to win this alone. നമുക്ക് കിട്ടുന്ന റീസോഴ്സസ്, വെദർ ഇറ്റ് ബി മെറ്റീരിയൽ ഓർ അതർവൈസ്, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ളവരാണ്. നമ്മുടെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളുകളിലെ അല്ലെങ്കിൽ കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പ്, നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ പോലും നമ്മൾ അതിനകത്ത് ഇടാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വിച്ച് ഇസ് നോട്ട് ക്രിസ്ത്യൻ ബിഹേവിയർ. വി തിങ്ക് that we can win alone, we can win a race alone. That is not the bedrock on which Christian fellowship has been built.
So I really do want to stress on this, that ഈ റേസ് ഒരു സീറോ സം ഗെയിം അല്ല. സീറോ സം ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സീറോ സം ഗെയിം. ബട്ട് ക്രിസ്ത്യൻ റേസ് എന്ന് പറയുന്നത് വി ആർ ഓൾ റണ്ണിങ് ടുഗെദർ, വി ആർ ഓൾ വിന്നേഴ്സ് ഓർ ലൂസേഴ്സ് ഡിപ്പെൻഡിങ്. ആരെങ്കിലും പുറകെ നിന്ന് പോവുകയാണെങ്കിൽ നിന്ന് കൈപിടിച്ച് മുമ്പോട്ട് വരത്തക്ക രീതിയിലുള്ള മനസ്സന്നദ്ധത കാണിക്കുന്നതാണ് ക്രിസ്തീയ എളിമയും ക്രിസ്തീയ ഫെലോഷിപ്പും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ കോമ്പറ്റീഷനും അഗ്രഷനും നമ്മുടെ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ അവർ നെയ്ബേഴ്സ് ഓർ വേറെ ഉള്ളവരോട് മാത്രമല്ല, മറിച്ച് നമ്മുടെ വീട്ടിനുള്ളിലുള്ളവരോടും ഈ ഒരു അഗ്രഷനും കോമ്പറ്റീഷനും നമ്മൾ പലപ്പോഴും നമ്മുടെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനോയിഡ് ആയിട്ടുള്ള ഒരു മൂഡിൽ നമ്മൾ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഡേയിലെ ക്ലോക്ക് ഓഫ് ഇവൻറ്റ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 4 ചിന്തകളും at some point or the other we will be able to course correct. So I reiterate, as a feminist, can we be a girl's girl looking to Christ for inspiration, who had no difference of caste, class, race, gender, etc. Being a champion of minimalism, can we hark back to simplicity and also share our resources with everyone? And number 3, can we be made perfect in our weaknesses? For His grace is enough and sufficient for us. And number 4, to put community and the collective over competition. I wish you all my very, very best. For anything, please do reach out. And I once again thank all the organizers for the opportunity that has been given to me.